ഹലോ ഡിയേഴ്സ്, നിങ്ങളെ +1 എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കാണാൻ സാധിച്ചാൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയോ എന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് ലഭിക്കുന്ന പിന്തുണ അനുസരിച്ച് നിങ്ങളൊന്ന് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. കാരണം മാക്സിമം ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാവും. അപ്പോൾ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആകുകയും ചെയ്യും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ അതുപോലെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് ഓക്കെയാണ്, അടിപൊളിയാണ്, കൊള്ളാം, മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി. മാത്രമല്ല ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഫീസ് വളരെ കുറവാണ്. അപ്പം ഏതൊരാൾക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഫീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. അതുപോലെ നമ്മുടെ ക്ലാസ് ഒന്ന് കേട്ട് നോക്കൂ നിങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും അധികം നീട്ടിപ്പോകുന്നില്ല, ക്ലാസ് കേൾക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു സ്റ്റുഡൻസ് നമുക്ക് ലഭിച്ചത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ റോഡ് ഓഫ് ICA. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ആക്കി വെച്ചിരിക്കുന്നത്, അപ്പം നമ്മൾ ഇത് പ്ലാൻ കിങ്ഡം ആണല്ലോ, അപ്പോൾ ചെടികളെ പറ്റിയാണ്. അപ്പം ചെടികൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും, അറിയാമല്ലോ. അപ്പം വെയിലത്ത് അവർ കുറേ വെയിൽ കൊണ്ടിട്ട് ഈ ഇലയിലൊക്കെ എന്ത് ചെയ്യും, വെയിലിൽ നിന്ന് സൺലൈറ്റും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അവരുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾ വേരിൽ സ്റ്റോർ ചെയ്ത് വെക്കും, ബോഡിയിൽ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും പ്ലാന്റ്സ്, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ റോഡ് ഓഫ് ICA എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആൽഗയാണ്. അപ്പോൾ ആൽഗയിൽ ഏത് ഫുഡാണ് എന്നുള്ളത്, റോഡ് ഓഫ് ICA എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗയാണ്. അപ്പോൾ റോഡോ എന്ന് പറഞ്ഞാൽ റെഡ് അല്ലേ. അപ്പോൾ ഞാൻ പറയാം, ആൽഗെ 3 കാറ്റഗറി ഉണ്ടല്ലോ. ആൽഗെ 3 കാറ്റഗറി ഉണ്ട്. ആൽഗയിലെ 3 കാറ്റഗറി ഏതാണ്? ഒന്ന് ക്ലോറോഫൈസിയെ, CH ആണ് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് ഇരുന്ന് ശ്രദ്ധിക്കുക. ക്ലോറോഫൈസിയെ പൊതുവെ അതിനെ ഗ്രീൻ ആൽഗെ എന്നാണ് അത് അറിയപ്പെടുക. അപ്പം അതിൻ്റെ ക്ലാസ് ക്ലോറോഫൈസിയ ആണെങ്കിലും അത് ഗ്രീൻ ആൽഗെ എന്നാണ് അറിയപ്പെടുക. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ബ്രൗൺ ആൽഗയാണ്. അപ്പോൾ കളറ് വെച്ചിട്ട് ബ്രൗൺ ആൽഗെ, അതിനെ നമ്മൾ ഫിയോഫൈസിയെ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഫിയോഫൈസിയെ എന്നാണ്, PHAEO. അവിടെയാണ് പലരും അതിനകത്ത് തെറ്റുന്നുണ്ടാവുക നിങ്ങൾക്ക്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക, ഫിയോഫൈസിയെ. ഓക്കെ, അപ്പം ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗയുടെ ക്ലാസ്സാണ്. ഇനി നമുക്ക് ലാസ്റ്റ് അതിനകത്ത് റെഡ് ആൽഗെ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 റെഡ് ആൽഗെ. അപ്പോൾ റെഡ് ആൽഗയിൽ നമുക്കറിയാം, അതിനെ റോഡോഫൈസിയെ എന്നാണ് അവർ വിളിക്കുക. റെഡ് എന്ന് പറയുമ്പോൾ റോഡോ, അതങ്ങനെ ഓർത്ത് വെക്കാൻ പഠിക്കാനൊക്കെ എളുപ്പമല്ലേ. ഓക്കെ, അപ്പം ഇനി ഓരോന്നിലും ഫുഡ് ഞാൻ പറയാം. ഇതിനകത്ത് ക്ലോറോഫൈസിയയിൽ മെയിനായിട്ട് സ്റ്റാർച്ച് അതിനകത്ത് ഫുഡാണ്. പിന്നെ ബ്രൗൺ ആൽഗയിൽ അതിനകത്ത് നമുക്ക് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ, ഇതാണ് അതിനകത്ത് ഫുഡ്. അപ്പോൾ ഈ ലാമിനാരിൻ, മാനിറ്റോൾ എന്ന് പറയുന്ന കെമിക്കലാണ് അതിനകത്ത് ഫുഡായിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ റോഡോഫൈസിയയിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അപ്പം അത് നിങ്ങൾ മറക്കണ്ട, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ലൈഡ് കേട്ടോ. ഈ ഒരു സംഭവം എഴുതി വെച്ചതൊക്കെ ഗ്രീൻ ആൽഗെ, ക്ലോറോഫൈസിയെ ക്ലാസ്, ഗ്രീൻ ആൽഗയുടെ ക്ലാസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, ബ്രൗൺ ആൽഗയുടെ ക്ലാസ് ചോദിക്കാറുണ്ട്, റെഡ് ആൽഗയുടെ ക്ലാസ്, പിന്നെ അതിൻ്റെ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെറ്റല്ലേ? പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകളോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. കാരണം കൂടുതൽ വ്യൂസ് വരുമ്പോൾ ഇതുപോലെ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ കൂടെ ഇരുന്ന് അടിപൊളിയായിട്ട് ആ ഒരു വൈബിൽ അങ്ങ് പഠിച്ചു പോകാം. അപ്പോൾ സെറ്റല്ലേ? ഓക്കെ, ഇനി മാച്ച് ദ ഫോളോവിങ് കണ്ടോ. 2025 ഇത് നമ്മൾ ഏറ്റവും റീസെന്റ് വന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത് കേട്ടോ. 2025 2 മാർക്കിന്. അപ്പോൾ ഈ ക്ലാമിഡോമോണാസ് നിങ്ങൾ മനസ്സിലാക്കും, പ്രൊട്ടിസ്റ്റയിലാണ് ഇപ്പോൾ അതിനകത്ത് ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷനിലൊക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾ എക്സാമിന് അതിനകത്ത് ആൽഗയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാമിഡോമോണാസ് പണ്ട് ആൽഗയിലായിരുന്നു, പക്ഷേ ഇപ്പം പ്രൊട്ടിസ്റ്റയിലോട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ആൽഗയാണ് അതിനകത്ത് മാച്ച് ആവുന്നത്. ഓക്കെ അല്ലേ? പിന്നെ സൈക്കസ് ഈന്ത് മരമാണ്. നിങ്ങൾ ഈന്ത് കണ്ടിട്ടുണ്ടോ? ഈന്ത് എന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് പോലെ പണ്ടുള്ള പണ്ടൊക്കെ അതിനകത്ത് നല്ലോണം കാണും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ്. കാരണം ഈന്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ കായ്ക്കണമെങ്കിൽ ഒരുപാട് വർഷം എടുക്കും. ഞാൻ വായിച്ചത് പ്രകാരം അതിനകത്ത് ഒരു 75 വർഷം അല്ലെങ്കിൽ 100 വർഷമൊക്കെ എടുക്കുമെന്നുള്ള. അപ്പം നമ്മളിപ്പോൾ ഒരു ഈന്ത് നട്ടാൽ നമ്മൾ ചിലപ്പോൾ അതിനകത്ത് കായ്ക്കാൻ നമുക്കത് കഴിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈന്തിനകത്ത് ഈ ഒരു തെങ്ങ് പോലെ കേട്ടോ, അതിൻ്റെ ഓലകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, തെങ്ങിൻ്റെ ഓല പോലെ. ഒരു തെങ്ങിൻ്റെ അത്ര കട്ടിയുള്ള ഓലയിലെ ചെറിയൊരു ഇല്ലി. നമ്മൾ പണ്ട് അതിനകത്ത് വീട് വെച്ച് കളിക്കും ചെറിയ പിള്ളേരാകുമ്പോൾ. അന്ന് വീട് വെക്കാൻ ഈ ഈന്തിൻ്റെ ഓലയാണ് എടുക്കുക. ആ ഒരു ഈന്തിൻ്റെ ഓല കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് ഇപ്പോഴും. അപ്പോൾ അതിനകത്ത് കായകൾ ഉണ്ടാവും, ഈന്തിൻ്റെ കായകൾ. അതിൻ്റെ പുട്ടുപൊടി, അത് പൊടിച്ചിട്ട് പുട്ട്, പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്.
വാങ്ങിക്കാനും കിട്ടും. നിങ്ങൾ കഴിച്ചു നോക്കൂ, വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കൂ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ. പിന്നെ അപ്പോൾ സൈക്കസ് ഏതാണെന്നറിയോ? ജിംനോസ്പേം ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള കോഡ് എന്ത് പറഞ്ഞാൽ മതി എന്നറിയോ? സൈജിന്ന് വെച്ചാൽ മതി. അപ്പോൾ കണ്ടോ സൈജി. ആ അപ്പം സൈജി, സൈക്കസ്, അല്ലെങ്കിൽ ഈന്ത് കഴിച്ച്, അപ്പോൾ ഈന്ത് ജിമ്മിന് പോയി എന്നോ, ഈന്ത് സൈക്കസ് ജിമ്മിന് പോയി എന്ന് ഓർത്ത് വെച്ചാൽ മതി. സൈക്കസ് ജിമ്മിന് പോയി. അപ്പോൾ അടിപൊളിയല്ലേ? ആ അപ്പോൾ സൈക്കസ് ജിമ്മിന് പോയി, സൈക്കസ് ജിമ്മിന് പോയി. അപ്പോൾ ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി മറക്കോ? ഇല്ല കേട്ടോ. സെലാജിനല്ല, സെലാട്ടറി, 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 സെലാട്ടറി. അപ്പോൾ സെലാജിനല്ല ടെറിഡോഫൈറ്റ് ആണ്. അപ്പോൾ സെലാട്ടറി നിങ്ങളിനി മറക്കരുത്. സെലാട്ടറി ഒരു 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 കുട്ടിയുടെ പേരാക്കിയിട്ട് പഠിച്ചു വെച്ചാൽ മതി. സെലാട്ടറി. ആ സെലാട്ടറി. ഓക്കെ. അപ്പോൾ സെലാട്ടറി. പിന്നെ സ്ഫാഗനം. സ്ഫാഗനം എന്ന് പറഞ്ഞാൽ ഒരു മോസാണ്, ഒരു പായൽ ചെടിയാണ്. പീറ്റ് മോസ് എന്ന് വിളിക്കുന്ന മോസ് കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ സ്ഫാമോസ്, വാമോസ് എന്നൊക്കെ ഇപ്പം അർജന്റീനയുടെ കളിയൊക്കെ കാണുമ്പോൾ ചിലർ അതിനകത്ത് അർജന്റീനിയൻ ഭാഷയിലാണെന്ന് തോന്നുന്നു വാമോസ് വാമോസ് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ സ്ഫാമോസ് ഫാമോസ്. അപ്പം അങ്ങനെ പഠിച്ചാൽ മതി. സ്ഫാമോസ്, സ്ഫാമോസ്. അപ്പോൾ സ്ഫാഗനം എന്താണ്? മോസാണ്. അപ്പോൾ സ്ഫാ കണ്ടാൽ നിങ്ങൾ സ്ഫാമോസ്. ഓക്കെ. അപ്പം അടിപൊളിയല്ലേ? അപ്പം ഞാൻ ഇനി പറയണോ വേണ്ടല്ലോ? ഇത് എളുപ്പമല്ലേ? ക്ലാമിഡോമോണാസ്, ആൽഗെ, സൈക്കസ് ജിമ്മിന് പോയി. സൈജി, 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 സൈക്കസ് ജിമ്മിന് പോയി. സെലാട്ടറി, 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 സെലാജിനല്ല ടെറിഡോഫൈറ്റ്. സ്ഫാഗ്നം, സ്ഫാഗ്നം ഏതാണ്? മോസ്, മോസ്, മോസ്. സ്ഫാമോസ്, സ്ഫാമോസ്, വാമോസ് അല്ല സ്ഫാമോസ്. ഓക്കെ. അപ്പം അതിനകത്ത് നിങ്ങൾ കഴിഞ്ഞു. ഇനി ആൽഗയുടെ, ബ്രൗൺ ആൽഗയുടെ ക്ലാസ് ഏതാ? ഞാൻ പഠിപ്പിച്ചില്ലേ നിങ്ങളെ? ബ്രൗൺ ആൽഗയുടെ ഏതാ? ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോറോഫൈസിയെ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ക്ലാസ്? ക്ലോറോഫൈസിയെ. അപ്പൊ ബ്രൗൺ ആൽഗേന്റെ ക്ലാസ് ഏതാ? ബ്രൗൺ ആൽഗയെ ഫിയോഫൈസിയെ, ഫിയോഫൈസിയെ. പിന്നെ ഇനി ബ്രൗൺ ആൽഗെ കഴിഞ്ഞാൽ റെഡ് ആൽഗെ, റെഡ് ആൽഗെ, റെഡ് ആൽഗെ ഏതാണ്? റെഡ് ആൽഗെ റോഡോഫൈസി. അപ്പോൾ എല്ലാ ക്ലാസ്സും നിങ്ങൾ പഠിക്കണം, അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്കെ ചങ്കളെ, സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അടുത്തോട്ട് പോകാം. അപ്പം വിച്ച് പ്ലാന്റ്സ് ആർ നോൺ ആസ് നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്സ്? അപ്പം നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നെയ്ക്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തെ സാധാരണ ഇപ്പം മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാങ്ങ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം മാങ്ങ അതിനകത്ത് ഞാനിവിടെ നല്ല മാങ്ങ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് എനിവേ ഇതിനകത്ത് മാങ്ങ ഞാൻ വരച്ച മാങ്ങയാണ്. ഓക്കെ, മാങ്ങയുടെ അതിനകത്ത് സീഡ്, വിത്ത് അതിനകത്തല്ലേ കാണുക? അപ്പം അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുമല്ലോ പുറത്ത്. നമ്മൾ ഫ്രൂട്ട് ചെത്തിക്കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ വിത്ത് കാണുക. അപ്പം വിത്ത് ഇവിടെ എന്താണ്? വിത്ത് ഡ്രസ്സ് ഇട്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. നെയ്ക്ഡ് അല്ല, വിത്ത് കാണാൻ പറ്റില്ല. അതിൻ്റെ പുറത്ത് അതിൻ്റെ കോട്ടിങ് ഉണ്ട്. ഫ്രൂട്ട്, പഴമുണ്ട്, മാമ്പഴത്തിൻ്റെ ആ ഭാഗമുണ്ട്. പക്ഷേ ഈ ഈന്തൊക്കെ ഉണ്ടല്ലോ, സൈക്കസ്, അവർക്ക് അങ്ങനെ പഴം ഉണ്ടാവില്ല. നേരെ നോക്കിയാൽ വിത്ത് കാണാൻ പറ്റും. അപ്പം നെയ്ക്ഡാണ്. അപ്പം അതുകൊണ്ടാണ് ജിംനോസ്പേം. അപ്പം നിങ്ങളിത് ഓർത്ത് വെക്കാൻ എളുപ്പവഴി എന്താണെന്നറിയോ? നമ്മൾ ജിമ്മിന് പോകുമ്പോൾ ഷർട്ടൊന്നും ഇടില്ലല്ലോ പലരും, മസിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്സ് ഏതാ വെച്ചാൽ ജിംനോസ്പേം ആണ്. അപ്പം ജിമ്മിന് പോകുമ്പം ഷർട്ട് ഇടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പം ജിംനോസ്പേം എന്താണ്? നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. അപ്പം നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. അപ്പം വിച്ച് പ്ലാന്റ്സ് ആർ നോൺ ആസ് നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിത്തിന് പുറത്ത് വാൾ ഉണ്ടാവില്ല, ഫ്രൂട്ട് ഉണ്ടാവില്ല അതിനകത്ത്. മനസ്സിലായില്ല? ഓവറിയുടെ വാളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നെയ്ക്ഡ് എന്ന് വിളിക്കുന്നത്. പക്ഷേ സാധാരണ മാങ്ങ അതുപോലുള്ള ചെടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ജിംനോസ്പേം വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾക്ക് അവരുടെ വിത്തായിരിക്കും നേരെ. ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് മാങ്ങ, അതിനകത്ത് നേരെ മാങ്ങയുടെ അതിനകത്ത് വിത്താണ്. അതായത് പുറത്ത് മാങ്ങയൊന്നും ഇല്ല എന്ന് വിചാരിച്ചു, മാങ്ങയുടെ ആ പഴത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, മഞ്ഞ കളറുള്ള ഭാഗം, അതൊന്നും ഇല്ല. നേരെ മാങ്ങ ഇങ്ങനെയാണെങ്കിലോ എങ്ങനെയായിരിക്കും? വിത്ത് നേരെ കാണാൻ പറ്റൂലേ? അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്. പക്ഷെ മാങ്ങ അങ്ങനെയല്ല കേട്ടോ. അങ്ങനെയുള്ള ചില ചെടികളുണ്ട്, വിത്തുകൾ നേരെ കാണാം, അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവില്ല പുറത്ത്. അപ്പം അതാണ് നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്. അപ്പം ജിംനോസ്പേം എന്താണ്? നെയ്ക്ഡ് ആണ്. ജിമ്മിന് പോയി ഷർട്ട് ഇട്ടില്ല എന്ന് ഓർത്ത് വെക്കുക. ജിംനോസ്പേം നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇനി എന്തുകൊണ്ടാണ് നെയ്ക്ഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക, വിത്ത് നേരെ നോക്കിയാൽ കാണാൻ പറ്റും. വിത്തിൻ്റെ പുറത്ത് ഫ്രൂട്ടൊന്നുമില്ല, ഓവറി വാളൊന്നുമില്ല. ഫ്രൂട്ടിന് നമ്മൾ പറയാം ഓവറി വാളില്ല എന്നാണ്. അപ്പോൾ വിത്തിന് എന്തില്ല? ഓവറി വാളില്ല. അപ്പം സീഡ് ഈസ് നോട്ട് കവേർഡ്. സീഡിന് നമ്മൾ ഒബ്യൂള് എന്നാണ് പറയുക. ഒബ്യൂള് ഈസ് നോട്ട് കവേർഡ് ബൈ ഓവറി വാൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അവയെ നെയ്ക്ഡ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്യൂൾ ഈസ് നോട്ട് കവേർഡ് ബൈ ഓവറി വാൾ. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഓക്കെയാണ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി ഇതെന്താണെന്നറിയോ? ഇവിടെ ആൽഗിന്
തന്നിട്ടുണ്ട് ബ്രൗൺ ആൽഗയാണ്, കരാഗീന് തന്നിട്ടുണ്ട് റെഡ് ആൽഗയാണ്. ആൽഗിൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താ സാധനം എന്നറിയോ? ഈ ബ്രൗൺ ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്, കെമിക്കലാണ് ആൽഗിൻ. ഈ ആൽഗിൻ എന്ത് ചെയ്യുന്നറിയോ? വെള്ളം അതിനകത്ത് പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആണ് ആൽഗിൻ. എന്താണ്? വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ആൽഗിന് ബ്രൗൺ ആൽഗയിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ആൽഗിൻ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ സ്പോഞ്ചൊക്കെ ആണെങ്കിൽ അതിനകത്ത് വെള്ളം നല്ലോണം നിൽക്കൂലേ, അതുപോലെ വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റിയ, അതിനകത്ത് വെള്ളം നിൽക്കും അതിനകത്ത്. അപ്പോൾ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആണ് എന്ത്? ആൽജിൻ. അപ്പോൾ ആൽജിൻ അതിനകത്തുണ്ടെങ്കിൽ കരാഗീന് നോക്കുക. അപ്പം ആൽഗിൻ ബ്രൗൺ ആൽഗയിൽ നിന്നാണ് കിട്ടുക കേട്ടോ. ആൽഗിൻ എവിടെ നിന്നാണ് കിട്ടുക? ബ്രൗൺ ആൽഗ. ബ്രൗൺ ആൽഗ നമ്മൾ ഫിയോഫൈസിയെ പഠിച്ചില്ലേ. ഇനി കരാഗീന് നോക്കുക. കരാഗീന് എവിടെ നിന്നാണ്? അതും ഈ വെള്ളം പിടിച്ചു വെക്കുന്ന ടൈപ്പ് സബ്സ്റ്റൻസ് തന്നെയാണ്. അതിനകത്ത് വെള്ളം നല്ലോണം നിൽക്കും. വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആണ് ഈ കരാഗീനും. പക്ഷെ അത് എവിടെ നിന്നാണ് കിട്ടുക എന്നറിയോ? അത് ബ്രൗൺ ആൽഗയിൽ നിന്നല്ല. കരാഗീൻ എവിടെ നിന്നാണ് കിട്ടുക? ഇവിടെ 6 കണ്ടില്ലേ? അപ്പോൾ റെഡ് ആൽഗയെന്ന്. റെഡ് ആൽഗ. കരാഗീൻ എവിടെ നിന്നാണ് കിട്ടുക? റെഡ് ആൽഗ. അപ്പോൾ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് റെഡ് ആൽഗ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം ഈ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസിനെ പൊതുവേ നമ്മളൊരു വാക്ക് പറയും. ഇങ്ങനെ വെള്ളം പിടിച്ചു വെക്കുന്ന കെമിക്കൽസിന് നമ്മൾ ഹൈഡ്രോകൊളോയിഡ്സ് എന്നാണ് വിളിക്കുക. ഹൈഡ്രോകൊളോയിഡ്. നമ്മളിപ്പം കൊളോയിഡ് ആകുക. അപ്പോൾ ആകെ ഒരു കുളമാവാന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഹൈഡ്രോകൊളോയിഡ്. അപ്പോൾ വെള്ളം അതിനകത്ത് ഉണ്ടാവും. ഇപ്പം നമ്മൾ കഞ്ഞിയൊക്കെ വെള്ളം ഉണ്ടാവില്ല അതിനകത്ത്. അതുപോലെ വെള്ളത്തെ പിടിച്ചു വെക്കാൻ പറ്റുന്ന സാധനങ്ങളെയാണ് ഹൈഡ്രോകൊളോയിഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? ഹൈഡ്രോകൊളോയിഡ്. ഓക്കെ. അപ്പം ബ്രൗൺ ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രോകൊളോയിഡാണ് ആൽജിൻ. റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രോകൊളോയിഡാണ് കരാഗീൻ. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കും കേട്ടോ ഇതിനകത്ത് വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഷെയർ ഒക്കെയാണ് നമ്മൾ ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കാനും കൂടുതൽ. ഇതിപ്പോൾ ബയോളജി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഇതുപോലെ പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി ഈ ഒരു പിക്ചർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ പിക്ചറാണ്. ഇത് ആരാന്നറിയോ? ഫുനേറിയ. അപ്പം ഞാൻ ഫ്യുനേറിയനെ പറയാം. ഇത് ഫ്യുനേറിയ. നമുക്ക് ആൽഗേനെ പറ്റി പഠിച്ചു കഴിഞ്ഞ സമയം, ആൽഗെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാറ്റഗറി ഏതാണെന്നറിയോ? അതിനകത്ത് നമ്മുടെ ബ്രയോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റ്. അപ്പം ബ്രയോഫൈറ്റ്സ്. അപ്പം ബ്രയോഫൈറ്റ്സിൽ 2 ടൈപ്പ് കാറ്റഗറി ഉണ്ട്. ഒന്ന് പരന്ന് വളരുന്ന പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള അതിനകത്ത് ലിവർ വേർഡ്സ്. പിന്നെ മറ്റൊന്ന് ഇങ്ങനെ ഇറക്റ്റ് മുകളിലോട്ട് വളരുന്ന മോസസ്. അപ്പം ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി ആൽഗിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെടികളാണ്. ചെറിയ ചെടികൾ. അപ്പോൾ അതിനകത്ത് ചെറിയ അങ്ങനെ വളരെ ചെറുത് നമുക്കങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടുള്ള ചെടികളാണ്. ഈ നനഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് കല്ലിലും ഇതിലൊക്കെ മഴ പെയ്താൽ ഈ ചുമരിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് പച്ച കളറിൽ ഇങ്ങനെ കാണുന്ന ഒക്കെ ടൈപ്പ് ചെടികളാണ്. അപ്പം ബ്രയോഫൈറ്റ് ഇങ്ങനെ പരന്ന് വളരുന്ന ബ്രയോഫൈറ്റുകളുണ്ട്. അത് ലിവർ വേർഡ്സ് എന്നാണ്. ഇങ്ങനെ നിലത്ത് അതിൻ്റെ വേരിങ്ങനെ പരന്ന് വേര് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. റൈസോയിഡ്സ് എന്നാണ്. വേര് പോലുള്ള റൂട്ട് ലൈക്ക് ആണ്. ശരിക്കുള്ള വേരല്ല, റൂട്ട് ലൈക്ക്. അപ്പോൾ ശരിക്കുള്ള വേരൊന്നും ഇവരിൽ ഉണ്ടായിട്ടില്ല. കാരണം പഴയ ആ ഒരു ഫസ്റ്റ് ഉണ്ടാകുന്ന അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രിമിറ്റീവ് ടൈപ്പ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ലിവർ വേർഡ്സിന് എക്സാമ്പിളാണ് മരക്കാൻഷ്യ. എന്താണ്? മരക്കാൻഷ്യ ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ പരന്ന് വളരുന്ന ഒരു ചെടി, ഒരു ബ്രയോഫൈറ്റിൻ്റെ എക്സാമ്പിളാണ്. ഒരു ചെടിയുടെ പേരാണ് മരക്കാൻഷ്യ. അപ്പം ഇനി മറക്കണ്ട. പിന്നെ മോസ് ഇതാണ് ഇങ്ങനെ ഇറക്റ്റ് ആയിട്ട് വളരുന്ന മോസിന് എക്സാമ്പിളാണ് ഫ്യുനേറിയ. ഈ ചെടിയുടെ പേരെന്താണെന്നറിയോ? ഫുനേറിയ. ഇത് മോസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ബ്രയോഫൈറ്റിൽ തന്നെ പെടുന്ന മുകളിലോട്ട് വളരുന്ന മോസ്. അപ്പം അതിന് എക്സാമ്പിളാണ് ഈ ചെടിയുടെ പ്രത്യേക പേരാണ് ഫ്യുനേറിയ. അപ്പം ഇനി ചോദ്യം അതൊന്നുമല്ല. ചോദ്യം ഇതാണ്: ഇത് ഏത് ബ്രയോഫൈറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ദ ബ്രയോഫൈറ്റ്. ഇത് ഫുനേറിയാണ് ഫ്രം ഇൻ മോസ് കാറ്റഗറി. അപ്പം ഫുനേറിയ ഇൻ മോസിലുള്ള ഫുനേറിയാണ്. പിന്നെ ABC മാർക്ക് ചെയ്യാണ്. എന്താണെന്നറിയോ? അതിൻ്റെ വേരാണ്. വേരിന് എന്താ വിളിക്കുകയെന്നറിയോ? റൈസോയിഡ്സ്. കണ്ടോ? ബ്രയോഫൈറ്റിൻ്റെ വേരിന് എന്താ വിളിക്കുക? നമ്മൾ വലിയ ചെടികളുടെ വേരിനൊക്കെ റൂട്ട് എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഇവിടെ റൈസോയിഡാണ് കേട്ടോ. ഇതൊരു ചെറിയ ചെടിയല്ലേ. ഇപ്പം കല്ലിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് മഴ പെയ്താൽ ഇങ്ങനെ വളരുന്ന ചെറിയ ചെടികളല്ലേ. അപ്പം റൈസോയിഡ്സ് ആണ്. അവരുടെ വേരില്ല, വേര് പോലുള്ള വസ്തുക്കൾ. ഓക്കെ. പിന്നെ അതിനകത്ത് ഇവിടെ ബി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ
ഇതതിൻ്റെ റീപ്രൊഡക്ഷനൊക്കെ അതിനകത്ത് മെയിൽ ഫീമെയിൽ ഭാഗങ്ങളുണ്ട്, അതൊക്കെ കൂടി ചേർന്നിട്ടുണ്ട്. അതിന് ശേഷം ഉണ്ടാകുന്ന റീപ്രൊഡക്ഷന് ശേഷം ഉണ്ടാകുന്ന സൈഗോട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. കണ്ടോ ഈ സാധനം? അപ്പോൾ ഇത് അതിൻ്റെ സി വരുന്നത് അതിൻ്റെ ക്യാപ്സ്യൂളാണ്. സി എന്താണ്? ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഫിനേരിയൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾ ക്യാപ്സ്യൂളിൽ നിന്ന് മാർക്ക് ചെയ്യണം. ഇതെന്താണ്? ഞാനിവിടെ എഴുതാം ക്യാപ്സ്യൂള്, CAPSULE. പിന്നെ ഈ ഭാഗം എന്താണെന്നറിയോ? ഇതതിൻ്റെ സീറ്റ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും താഴെ ഫൂട്ട് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇവിടെ ഇതിനകത്ത് ഫൂട്ട് എന്നുള്ളൊരു ഭാഗം, ഫൂട്ട്. പിന്നെ മുകളിൽ അതിൻ്റെ സീറ്റ, SETA. പിന്നെ ക്യാപ്സ്യൂള്, മുകളിൽ ക്യാപ്സ്യൂള്. ഈ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപ്സ്യൂള്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്തെന്നറിയോ? ഈ ഫുനേറിയ ചെടി ഇങ്ങനെ കാണിക്കും. ഞാൻ അതെല്ലാം വായിക്കട്ടെ. ഓക്കെ, എല്ലാവരും നിങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഫുനേറിയ ചെടിയിൽ ഈ ഭാഗം എന്താ ചോദിക്കാറുണ്ട്. ഇത് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റിപ്രൊഡക്ഷൻ, അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക ബന്ധം, മെയിൽ ഫീമെയിൽ, അതിനകത്ത് ചെടികളൊക്കെ അതിൻ്റെ റീപ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ കുഞ്ഞായിട്ട് ഉണ്ടായി വരുന്ന സംഭവമാണ് ഇത് സ്പോറോഫൈറ്റ്. അപ്പം അത് സൈഗോട്ടിൽ നിന്ന് പിന്നെ സ്പോറോഫൈറ്റ്, എന്നിട്ട് അതിലിവിടെയാണ് വിത്ത് ഉണ്ടാവുക. ഈ ക്യാപ്സ്യൂളിൽ അതിൻ്റെ സ്പോറുകൾ ഉണ്ടാവും. അത് വീണിട്ട് ഇതേപോലെ അടുത്ത ചെടി ഉണ്ടാവും. അപ്പോൾ ചെടീനെ നമ്മൾ ഇതിനകത്ത് ഗാമിറ്റോഫൈറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിനെ ഗാമിറ്റോഫൈറ്റ് എന്നും ഇതിനെ സ്പോറോഫൈറ്റ് എന്നും. അപ്പോൾ ഇനിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും. ഇവിടെ ഇത് ഏത് ഭാഗമാണെന്ന് ചോദിക്കും. ഇത് മൊത്തത്തിൽ ഏതാണ്? സ്പോറോഫൈറ്റ്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ സീറ്റയും. ഈ ഭാഗം ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇത് സീറ്റയും, പിന്നെ ഈ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ബി എന്ന് മാർക്ക് ചെയ്തത് സീറ്റ, സി എന്ന് മാർക്ക് ചെയ്ത ക്യാപ്സ്യൂൾ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇതും അറിഞ്ഞിരിക്കണം. ഇതെന്താണ്? ഈ ഭാഗം ഗാമിറ്റോഫൈറ്റ് ആണ്. അപ്പം ബ്രയോഫൈറ്റിൻ്റെ ചെടി അതിനകത്ത് ഗാമിറ്റോഫൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ റീപ്രൊഡക്ഷന് ശേഷം വിത്ത് ഉണ്ടാവുന്ന ഭാഗം സ്പോറോഫൈറ്റ്. സ്പോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിത്താണ്, സ്പോറാണല്ലോ. അപ്പോൾ അതുണ്ടാവുന്നത് സ്പോറോഫൈറ്റ്. ഓക്കെ, അതിൽ ബീജം ഉണ്ടാകുന്ന ഭാഗങ്ങളാണ് ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ ഗാമീറ്റ് ഉണ്ടാവുന്നത് ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ ഇവിടെ മെയിൽ ബീജം ഉണ്ടാവും, അതുപോലെ ഫീമെയിൽ ബീജവും ഉണ്ടാവും. മെയിലും ഫീമെയിലും ചേർന്നിട്ട് അതിനകത്ത് നിന്ന് വിത്ത് ഉണ്ടാവും, സ്പോറോഫൈറ്റ്. അപ്പം ഗാമീറ്റ് ഉണ്ടാവുന്നത് ഗാമിറ്റോഫൈറ്റ്. ഓക്കെ അല്ലേ? ഇനി കണ്ടോ ഫിയോഫൈസിയയിലെ ഫുഡ് ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഫിയോഫൈസിയ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗയാണ്. നമ്മൾ രണ്ടാമത്തെ ആൽഗയാണ് ഫിയോഫൈസിയ. ഫിയോഫൈസിയയിലെ ഫുഡ് എന്താ? ഞാൻ പറഞ്ഞിരുന്നു, മറക്കരുത്. ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. അപ്പോൾ മറന്നില്ലല്ലോ. ഇവിടുത്തെ ഫുഡ് എന്താ? ഗ്രീൻ ആൽഗയിൽ നിങ്ങൾ കുറേ കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? ഗ്രീൻ ആൽഗയിൽ എന്താണെന്നറിയോ? അതിനകത്ത് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഴിക്കുന്ന അരിഭക്ഷണം. സ്റ്റാർച്ച് അധികം കഴിച്ചാൽ നമ്മളെന്താ ഡയബറ്റിക്സ് ഉള്ളവരൊന്നും കഴിക്കരുത്, പ്രമേയമുള്ളവരൊന്നും കഴിക്കരുത് എന്ന് പറയേ. സ്റ്റാർച്ച് അരിഭക്ഷണം. അപ്പോൾ അത് ഇവർ ഈ ഗ്രീൻ ആൽഗ ഉണ്ടാക്കുന്നത് സ്റ്റാർച്ചാണ്. നമ്മളെ കപ്പ അതൊക്കെ അല്ലേ സ്റ്റാർച്ച്, അരി ഒക്കെ. ബ്രൗൺ ആൽഗയാണെങ്കിൽ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഇത് വേറെ ഒരു ടൈപ്പ്, പേര് തന്നെ കണ്ടില്ല, വേറെ ടൈപ്പാണ്. ഇനി റോഡോഫൈസിയയിൽ നമുക്കറിയാം ഏതാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ്. അപ്പം ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് റോഡോഫൈസിയയിലെ ഫുഡാണ്. മാനിറ്റോള് ബ്രൗൺ ആൽഗയിലെ ഫുഡാണ്, അതായത് ഫിയോഫൈസിയയിലെ. പിന്നെ സ്റ്റാർച്ച് ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗയിലെ ഫുഡാണ്. ആൽജിൻ എന്താണ്? ഒരു ഹൈഡ്രോകൊളോയിഡ് ആണ്, വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ഫ്രം ബ്രൗൺ ആൽഗ, ഹൈഡ്രോകൊളോയിഡ്. അപ്പോൾ ഓക്കെ അല്ലേ? കുറേ പറഞ്ഞ് കേട്ടപ്പോൾ ഇങ്ങനെ മടുപ്പുണ്ടാവില്ലേ? അപ്പോൾ എന്താ ചെയ്യുക? വേറെ വീഡിയോ ആക്കണോ? നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ വീഡിയോയുടെ താഴെ. ഇതിപ്പം അതിനകത്ത് സിമ്പിൾ ആക്കിയിട്ടുള്ള വീഡിയോ ആക്കി പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ വൺ ഷോട്ട് ആക്കിയിട്ട് ഇങ്ങനെ PYQs എല്ലാം ഉള്ള വീഡിയോസ് വേണമെങ്കിൽ അത് ചിലപ്പം കുറച്ചധികം സമയം എടുക്കും. 2xലൊക്കെ കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾ അഭിപ്രായം അറിയിക്കും കേട്ടോ. ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ബ്രയോണീമ എന്ന് പഠിച്ചു വെക്കുക. ഈ ബ്രയോഫൈറ്റ് നമ്മളതിനകത്ത് അതിൻ്റെ ഇപ്പം മോസ് കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നേരെ അതിൻ്റെ ചെടി ഉണ്ടാവില്ല. മോസ് നമ്മൾ നേരത്തെ കണ്ടില്ല, ഫുനേറിയ. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ഫുനേറിയ എവിടെ? നമ്മളെ ഫുനേറിയ. അപ്പം ഇത് കണ്ടോ ഇതിൻ്റെ ചെടി? ഈ ചെടി ഭാഗയിലേക്ക് ഇങ്ങനെ ചെടിയിലെ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വന്നിരിക്കുന്ന ഇതിൻ്റെ ചെടി ഭാഗം കണ്ടില്ലേ? ഇതിന്ന് റീപ്രൊഡക്ഷൻ നടന്ന് ഇങ്ങനെ ഈ വിത്ത് ഭാഗം ഉണ്ടാവില്ല, ക്യാപ്സ്യൂള്, അതിൻ്റെ സ്പോർ ഉണ്ടാവും. ഇത് മണ്ണിൽ വീണാലേ ആദ്യം തന്നെ ഈ മണ്ണിൽ വീണിട്ട് ഈ ചെടി ഉണ്ടാവില്ല. ഇതിനകത്ത് ഒരു ക്രീപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്രോട്ടോനീമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പം ഇത് ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോനീമ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ വിത്ത് വീണ് കഴിഞ്ഞാൽ പ്രോട്ടോനീമയാണ് ഉണ്ടാവുക.
എന്നിട്ട് പ്രോട്ടോനിയമേന്ന് പിന്നെ ബഡ് വന്നിട്ടാണ് ഈ ചെടി ഉണ്ടാവുക. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഇതാണ് നമ്മുടെ ബ്രയോഫൈറ്റിൻ്റെ ഗാമിറ്റോഫൈറ്റ്. അപ്പം അതിൽ നിന്ന് റീപ്രൊഡക്ഷൻ മെയിൽ ഫീമെയിലൊക്കെ എഗ്ഗും ഗാമീറ്റും മെയിൽ ആന്ത്രീഡിയം ഒക്കെ കൂടി ചേർന്ന് സൈഗോട്ടിൽ നിന്ന് അതിനകത്തുനിന്ന് ഇതുപോലൊരു സാധനം ഉണ്ടാവും ക്യാപ്സൂളിൽ. അതിനകത്ത് അതിൻ്റെ വിത്ത് ഉണ്ടാവും. വിത്ത് വീണാലേ ചെടിയല്ല ഉണ്ടാവുക, പ്രോട്ടോനിയമേന് ഉണ്ടാവുക. പ്രോട്ടോനിയമേന്നാണ് പിന്നെ എന്തുണ്ടാവുക, ബഡിൽ നിന്ന് ചെടി ഉണ്ടാവും, ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. മനസ്സിലായോ ബ്രയോഫൈറ്റിൽ പ്രോട്ടോനിയമം ഉണ്ടെന്ന്? അപ്പം ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഓർത്ത് വെക്കാൻ എളുപ്പത്തിൽ ഞാൻ പറയാം. അപ്പം നമ്മളിപ്പം മനുഷ്യർ അതിനകത്ത് കുഞ്ഞുണ്ടാവുമ്പം നേരെ മനുഷ്യ കുഞ്ഞ് പോലെ തോന്നൂലേ? പക്ഷേ ഇപ്പം സപ്പോസ് നിങ്ങൾ ഇപ്പം തവളേൻ്റെത് എന്തില്ല, തവള അതിനകത്ത് ആദ്യം വാൽമാക്രി പോലെയല്ലേ, എന്നിട്ടല്ലേ അത് തവളയാവുക. അപ്പം അതുപോലെയാണ്. അപ്പം ഇതിൻ്റെ വിത്ത് വീണാൽ ആദ്യം തന്നെ വിത്ത് മുളച്ചിട്ട് ഈ ചെടിയാവില്ല. ഇതുപോലൊരു സാധനം പ്രോട്ടോനിയം ഉണ്ടാവും. എന്നിട്ടാണ് അപ്പം ബ്രയോഫൈറ്റിൽ മോസിൽ അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ബ്രയോനീമ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബ്രയോഫൈറ്റിൽ എന്തുണ്ട്, പ്രോട്ടോനീമ ഉണ്ട്. അപ്പം ബ്രയോനീമ കോഡ് നിങ്ങൾ മറന്നു പോകില്ല. ബ്രയോനീമ നമ്മൾ നേരത്തെ ബ്രയോണീമ. അപ്പം സൈക്കസ് ജിമ്മിൽ പോയി എന്നൊക്കെ പറഞ്ഞ പോലെ ബ്രയോണീമ. പിന്നെ ടെറിതാലസ്. ടെറിഡോഫൈറ്റിൽ എന്തുണ്ട്, പ്രോതാലസ് ഉണ്ട്. ടെറിഡോഫൈറ്റിൽ എന്തുണ്ട്, പ്രോതാലസ്. അപ്പം ടെറിഡോഫൈറ്റിൽ പ്രോതാലസ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതായത് ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞ ചെടികൾ ബ്രയോഫൈറ്റ് കഴിഞ്ഞ അടുത്ത കാറ്റഗറി ചെടികളാണ് ടെറിഡോഫൈറ്റുകൾ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈലം ഫ്ലോയം ഒക്കെ ഉള്ള ചെടികളാണ്. അതിനകത്ത് വെള്ളം പോകാനുള്ള കുഴലൊക്കെ ഉണ്ട്, അതാണ് സൈലം. ഭക്ഷണം പോകാനുള്ള താഴേക്ക് വരാനുള്ള കുഴലുകളൊക്കെ ഫ്ലോയം. അപ്പോൾ അതൊക്കെയുള്ള വാസ്കുലർ പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റുകൾ. അപ്പോൾ ടെറിഡോഫൈറ്റുകൾ കുറച്ചുകൂടി അടിപൊളി ചെടികളാണ്. അതിനകത്ത് വെള്ളം പോകാനുള്ള കുഴലുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കി പഠിച്ചാൽ മതി ടെറിഡോഫൈറ്റുകൾ. അപ്പോൾ ഈ ടെറിഡോഫൈറ്റ് ചെടിയിലെ അതിൻ്റെ ചെടീനെ നമ്മൾ സ്പോറോഫൈറ്റ് എന്നാണ് വിളിക്കുക. സ്പോറോഫൈറ്റ് ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്പോറോഫൈറ്റിൽ അതിനകത്തുനിന്ന് സ്പോറോഫൈറ്റിൽ എന്തുണ്ടാവും, അതിൻ്റെ സ്പോർ ഉണ്ടാവും. സ്പോറോഫൈറ്റാണ് അതിൻ്റെ ചെടി. അപ്പോൾ അതിനകത്ത് സ്പോറോഫൈറ്റിൽ എന്തുണ്ടാവും, നമുക്കറിയാം അതിൻ്റെ സ്പോറുകൾ ഉണ്ടാവുമല്ലോ. ഈ സ്പോറ് വീണിട്ട് അതിൻ്റെ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു ഹാർഡ് ഷേപ്പ്ഡ് പ്രോതാലസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് സ്പോറോഫൈറ്റ് ആണ്. ഇത് അതിൻ്റെ റീപ്രൊഡക്ഷൻ നടന്നതിന് ശേഷം ഉണ്ടായ സാധനമാണ് ഇതിൻ്റെ ചെടി നമ്മൾ കാണുന്നത്. ടെറിഡോഫൈറ്റിൽ ചെടി അവിടെ കാണുന്നത് എന്താണ്, റീപ്രൊഡക്ഷൻ നടന്നതിന് ശേഷമുള്ള സാധനമാണ്. അപ്പം അതിലിനി സ്പോർ ഉണ്ടാവും. സ്പോറ് വീണാൽ ഇതുപോലെ ഒരു സാധനം ഉണ്ടാവുക. സ്പോറ് വീണാൽ നേരെ ഈ ചെടിയെല്ലാം ഉണ്ടാവുക, പ്രോതാലസ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ ബ്രയോഫൈറ്റിൽ അതിൻ്റെ സ്പോറ് വീണാൽ പ്രോട്ടോനിയം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രോതാലസ് ഉണ്ടാവും. ഈ പ്രോതാലസിൽ മെയിൽ സ്ട്രക്ചർ ഉണ്ടാകാം, അതുപോലെ ഫീമെയിൽ സ്ട്രക്ചർ ആർക്കിഗോണിയ ആന്ത്രിഡിയ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് മെയിലിൻ്റെ ആന്ത്രോസോയിഡ്സ് അതിനകത്തുനിന്ന് മെയിലിൻ്റെ ആന്ത്രോസോയിഡ്സ് ഈ ഫീമെയിലിൽ വീണിട്ട് അതിനകത്തുനിന്ന് എന്താണ് ഉണ്ടാവുക, പിന്നെയാണ് ഈ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാലാണ് ഈ സാധനം ഉണ്ടാവുക. അപ്പോൾ ഫീമെയിൽ എഗ്ഗും ആന്ത്രോസോയിഡ്സ് ഒക്കെ അതിനകത്ത് റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെറിഡോഫൈറ്റിൽ എന്ത് കാണുന്നുണ്ട്, പ്രോതാലസ് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആകാം. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പം ഇതിനകത്തെ ടെറിഡോഫൈറ്റ് എന്താണ്, പ്രോതാലസ് ആണ് കേട്ടോ. ടെറിഡോഫൈറ്റ് എന്താണ്, പ്രോതാലസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ടെറിതാലസ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ടെറിഡോഫൈറ്റിൽ പ്രോതാലസും ഉണ്ട്, ബ്രയോഫൈറ്റിൽ എന്തുണ്ട്, പ്രോട്ടോനീമയും ഉണ്ട്. പിന്നെ ജിംനോസ്പെം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജിമ്മിന് പോയി ഷർട്ട് ഇടാറില്ല, നെയ്ക്ഡ് ആണ്. ഓക്കെ, പിന്നെ ആൻജിയോസ്പേംസ് എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ആൻജിയോസ്പേംസ് എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ബ്രയോണീമ മറക്കണ്ട, ബ്രയോഫൈറ്റിലാണ് പ്രോട്ടോനീമ, ബ്രയോണീമ. അപ്പോൾ ഓക്കെ, ഇനി ഇത് ഞാൻ അധികം പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രീൻ ആൽഗേൻ്റെ വിളിക്കുന്ന പേരല്ലേ. അപ്പോൾ അതിൻ്റെ കോമൺ നെയിം എന്താ, ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ അതിലെ ഫുഡ് സ്റ്റാർച്ചാണ്. ഇനി ബ്രൗൺ ആൽഗേൻ്റെ ക്ലാസ് ഏതാ? ബ്രൗൺ ആൽഗേൻ്റെ ക്ലാസ് ഫിയോഫൈസിയ ആണ്, ഫിയോഫൈസിയ. ഇനി ഇവിടെ ഡി ഏതാ? അപ്പോൾ ബ്രൗൺ ആൽഗേൻ്റെ ക്ലാസ് നമ്മൾ പറഞ്ഞു ഫിയോഫൈസി. ബ്രൗൺ ആൽഗയിലെ ഫുഡ് എന്താ? ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റോഡോഫൈസിയയിലെ
പേരെന്താ? റോഡോഫൈസിയൻ്റെ കോമൺ നെയിം റെഡ് ആൽഗേനെ അല്ലേ? നമ്മൾ അതിൻ്റെ ക്ലാസ്സാണ് റോഡോഫൈസിയ. റെഡ് ആൽഗേൻ്റെ ക്ലാസ് നിങ്ങൾ മാറിപ്പോകരുത് കേട്ടോ. ക്ലാസ്സും കോമൺ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിളിക്കുന്ന പച്ച ആൽഗ, ബ്രൗൺ ആൽഗ, ചുവന്ന ആൽഗ, അങ്ങനെ. ക്ലാസ് എന്ന് പറയുമ്പം ആ പേര് തന്നെ ഒരു ക്ലാസ് ഇല്ലേ? ക്ലോറോഫൈസിയെ പച്ച, ഫിയോഫൈസിയെ ബ്രൗൺ, റോഡോഫൈസിയെ റെഡ്, അങ്ങനെ. പിന്നെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് റെഡ് ആൽഗയിലെ ഫുഡിൻ്റെ പേരാണ് ഫ്ലോറിഡിയൻ. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് റെഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് കണ്ടില്ലേ? പിന്നെ സാധാ ഗ്രീൻ ആൽഗയിലെ ഫുഡ് സ്റ്റാർച്ച്, ഇവിടെ ബ്രൗൺ ആണെങ്കിൽ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. അപ്പോൾ ഓക്കെ. ഇനി അതിനകത്ത് അഗാർ, ഇതെന്താണെന്നറിയാം നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. അഗാർ എന്ന് പറഞ്ഞാൽ ഒരു ജെല്ല് പോലൊരു സാധനം. അത് എവിടെ നിന്നാണ് കിട്ടുകയെന്നറിയോ? നെയിം ഓൺ ആൽഗെ ഫ്രം വിച്ച് അഗാർ കിട്ടുന്ന ആൽഗയുടെ പേര് പറയാണ്. അഗാർ കിട്ടുന്ന ആൽഗയുടെ പേരാണ് റെഡ് ആൽഗെ, ജെലിഡിയം. അഗാർ കിട്ടുന്ന ഒരു ആൽഗെ. അല്ലെങ്കിൽ അഗാർ കിട്ടുന്ന മറ്റൊരു ആൽഗേൻ്റെ പേരാണ് ഗ്രാസിലേറിയ. അപ്പം ജെലിഡിയം ആൻഡ് ഗ്രാസിലേറിയ ആൽഗയുടെ പേര് ഒക്കെയാണോ? റെഡ് ആൽഗയാണ്. അവിടെ നിന്നാണ് അഗാർ കിട്ടുക. ഈ അഗാറിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഗ്രോ മൈക്രോബ്സ്, മൈക്രോബിയൽ കൾച്ചറിനൊക്കെ യൂസ്ഡ് ഫോർ മൈക്രോബിയൽ കൾച്ചർ. ബാക്ടീരിയനൊക്കെ വളർത്താനൊക്കെ നമ്മൾ ഒരു അഗാറിൻ്റെ മീഡിയത്തിൽ ബാക്ടീരിയനെ ഇട്ട് കൊടുത്താൽ മതി, ബാക്ടീരിയ വളർന്നോളും. അപ്പം ബാക്ടീരിയക്ക് വേണ്ട ഫുഡൊക്കെ കൊടുത്തിട്ട് അഗാർ മീഡിയത്തിൽ നമുക്ക് ബാക്ടീരിയനെ വളർത്താം. ഓക്കെ. അപ്പോൾ അഗാർ ജെല്ല് പോലുള്ള സബ്സ്റ്റൻസ് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബാക്ടീരിയൻ്റെ ഫുഡൊക്കെ ചേർത്തതിന് ശേഷം ബാക്ടീരിയനെ ഇട്ട് കൊടുത്താൽ ബാക്ടീരിയ പെരുകിക്കോളും, ബാക്ടീരിയയുടെ കോളനി ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അഗാർ യൂസ്ഡ് ഫോർ മൈക്രോബിയൽ കൾച്ചർ. അപ്പം ചെറിയ ജീവികളെ ബാക്ടീരിയൽ കൾച്ചറിനൊക്കെ നമ്മൾ ഉപയോഗിക്കും കൃഷി ചെയ്തെടുക്കാൻ. ഓക്കെ. അപ്പോൾ സെറ്റല്ലേ? ഇനി ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻജിയോസ്പേമാണ്. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് +2 പഠിക്കും. ഞാനിപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണുന്നത് ആൻജിയോസ്പേമിലാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആകാം, കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പിന്നെ പ്രോട്ടോനീമ എന്ന് പറഞ്ഞാൽ ബ്രയോനീമ, ബ്രയോഫൈറ്റ് ആണ്. ഹെറ്ററോസ്പോറി 2 ടൈപ്പ് സ്പോർ കാണും. ഏതിലാണെന്നറിയോ? ടെറിഡോഫൈറ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട് കേട്ടോ. ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ചെടി, ആ ചെടിയിൽ ഒരു സ്പോറ് മൈക്രോസ്പോർ ആയിരിക്കും. പിന്നെ ഒന്ന് മെഗാസ്പോർ. മെഗാസ്പോർ പെൺചെടിയെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. മൈക്രോസ്പോർ വീണാൽ അത് മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പം അതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. 2 ടൈപ്പ് സ്പോറുകൾ ഒരു ചെടിയിൽ തന്നെ കാണും. അപ്പം അതിന്ന് മൈക്രോസ്പോറും, അതായത് ഒരു ചെടിയിൽ 2 സ്പോർ, മൈക്രോസ്പോറും മെഗാസ്പോറും. മൈക്രോസ്പോർ വീണാൽ അത് ആൺ ഗാമിറ്റോഫൈറ്റ്, മെയിൽ ചെടി ആയിട്ട് മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. അപ്പം അതുപോലെ മെഗാസ്പോർ വീണ് കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഓക്കെ. അപ്പം നിങ്ങൾ ഹെറ്ററോസ്പോറി എന്ത് ഓർത്ത് വെക്കുക? ഹെറ്ററോസ്പോറി ടെറിഡോഫൈറ്റിലാണ്. ഹെറ്ററോസ്പോറി എന്താണ്? ടെറിഡോഫൈറ്റിലാണ്. പിന്നെ നെയ്ക്കഡ് സീഡ്സ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നെയ്ക്കഡ് സീഡ്സ് എന്താണ്? ജിംനോസ്പേമാണ്. അപ്പോൾ ആൽഗയൊക്കെ ആരുമില്ല, ആൽഗ പാവയുടെ ഫ്രീ ആയി. അപ്പോൾ ഓക്കെ. മാർച്ച് 2020 ചോദിച്ചാട്ടോ 2 മാർക്കിന് ഞാൻ മാർക്ക് എഴുതിയിട്ടുണ്ട്, വർഷം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ സിമ്പിളാണ്, നമ്മുടെ കൂടെ വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തി. കണ്ടോ? പണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വേറെ എക്സാമിന് +1 മാർക്ക് കുറവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇനി അടുത്ത കൊല്ലം നിങ്ങളെ +2 എക്സാമിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരും ചിലപ്പോൾ. അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ഒരു +2 എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത് +1 ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും. അപ്പോൾ എന്തായാലും ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് അതിനകത്ത് പബ്ലിക് എക്സാമിൻ്റെ പേപ്പർ തന്നെ ഉണ്ടാണ് ഇപ്പോൾ ഉണ്ടാവുക. പക്ഷെ പണ്ട് വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നല്ലോ. അപ്പം മെയിൽ സെക്സ് ഓർഗനും ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാറ്റഗറി പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്രയോഫൈറ്റിൽ ഇങ്ങനെ പരന്ന് വളരുന്ന ലിവർവേർട്ട്, മരക്കാൻഷ്യ അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മറക്കണ്ട എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബ്രയോഫൈറ്റിൽ ഇങ്ങനെ കുത്തനെ വളരുന്ന നമ്മുടെ ഫുനേറിയ, മോസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനൊരു വിത്ത്, അവിടെ നമ്മൾ വിത്തൊക്കെ കണ്ടു, സ്പോറോഫൈറ്റ്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ കണ്ടിരുന്നു അങ്ങനെ. അപ്പോൾ ഇവരിൽ ലൈംഗികാവയവം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് മെയിലാണെങ്കിൽ ഇവരിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഈ ലിവർ വേർട്ട് ഇങ്ങനെ മെയിൽ ഇതിനകത്ത് ആന്തറിഡിയം എന്നാണ് വിളിക്കുക. മെയിലിൻ്റെ സ്ട്രക്ചറിനെ ലൈംഗിക സെക്സ് ഓർഗൻ എന്താണ്? ആന്തറിഡിയമാണ്. അപ്പോൾ ഇനി ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലുള്ള സ്ട്രക്ചറാണ് ആർക്കിഗോണിയം. അപ്പോൾ ഫീമെയിലിൽ ആർക്കിഗോണിയം ഉണ്ടാവും, മെയിലാണെങ്കിൽ ആന്തറിഡിയം. എന്നിട്ട് ഈ ആർക്കിഗോണിയയിൽ ഇവരുടെ എഗ്ഗ് ഉണ്ടാവും.
അപ്പോൾ ഈ മെയിലിൽ എന്തുണ്ടാവും എന്നറിയോ? അപ്പോൾ അതിനകത്ത് മെയിലില് ആർക്കിഗോണിയം മെയിലിൽ ഇവിടെ ഇനി അതിനകത്ത് ചെറിയ ഒരു സ്റ്റെക്ക് വന്നായിരുന്നു. അപ്പോൾ മെയിലിൽ എന്തുണ്ടെന്നറിയോ? ആന്തറോസോയിഡ്സ്. മെയിലിൽ ഇവരുടെ ബീജം ഉണ്ടാവും, ആന്തറോസോയിഡ്സ്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആന്തറോസോയിഡ്സ് ഇങ്ങനെ വെള്ളത്തിലൂടെ ബ്രയോഫൈറ്റ് നമ്മൾ വെള്ളം വേണം ഇവർക്ക്. വെള്ളത്തിലൂടെയാണ് ഇവരുടെ ആണിൻ്റെ ബീജങ്ങൾ മെയിൽ ആന്തരിഡിയത്തിലുള്ള ആന്തറോസോയിഡ്സ് അങ്ങനെ വെള്ളത്തിലൂടെയാണ് ഫീമെയിൽ എഗ്ഗിലോട്ട് എത്തുക. എന്നിട്ട് അവിടെ എന്തുണ്ടാവും? ലൈംഗിക ബന്ധം, സെക്ഷൽ റീപ്രൊഡക്ഷൻ, മെയിൽ ആന്തറോസോയിഡും ഫീമെയിൽ എഗ്ഗോടി കൂടി ചേർന്ന് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് എന്ന് പിന്നെ ഇതുപോലെ ഒരു സാധനം ഉണ്ടാവും. കണ്ടോ ക്യാപ്സീഡ്? ഇതാണ് അതിൻ്റെ സ്പോറോഫൈറ്റ്. ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞിട്ടാണ് ഇതുണ്ടാവുക സ്പോറോഫൈറ്റ്. ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ ഫിനേറിയൻ്റെ ആണ്. ഇതേപോലെ ഇവരിലും ഇതേപോലെ ഇങ്ങനെ ഒരു സ്പോറൊക്കെ ഉള്ള സ്പോറോഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു സൈഗോട്ടിൽ നിന്ന് ഇതേപോലുള്ള സെക്ഷൻ ഇതിൽ അവരുടെ സ്പോറുകൾ ഉണ്ടാവും. ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതേപോലെ ചെടി ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് ഇവരുടെ സൈക്കിൾ പോകുന്നത്? അപ്പോൾ ഇത് മെയിലിലെ ആന്തരിഡിയം ഉണ്ടാവും, ഫീമെയിലെ ആർക്കിഗോണിയം ഉണ്ടാവും. എന്നിട്ട് മെയിലിലെ ബീജം ഫീമെയിൽ വീണിട്ട് ഇതേപോലെ ഒരു സാധനം ഉണ്ടാവും. എന്നിട്ട് അത് വീണിട്ട് പിന്നെ വീണ്ടും ഇതേപോലെ ചെടികൾ ഉണ്ടാവും. എന്നിട്ട് വീണ്ടും സെക്സ്വൽ റീപ്രൊഡക്ഷൻ, വീണ്ടും ചെടി, അങ്ങനെ മനസ്സിലായോ? അപ്പം മെയിൽ സെക്സ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ആന്തരിഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കിഗോണിയം. ഓക്കെ അല്ലേ? സോ നമ്മൾ അടുത്തതിലോട്ട് പോകാം. നെയിം ദ വാക്സി തിക്ക് ലെയർ സീൻ ഓവർ ദ എപ്പിഡേമിസ് വിച്ച് ഡബ്ല്യു ഉണ്ട് കേട്ടോ. വിച്ച് പ്രിവെൻറ്റ്സ് വാട്ടർ ലോസ്. വിച്ച് ഡബ്ല്യു ഉണ്ട് ഇവിടെ ഡബ്ല്യു ഉണ്ട്. ഓക്കെ. വിച്ച് പ്രിവെൻറ്റ്സ് വാട്ടർ ലോസ്. അതായത് ഇപ്പം നിങ്ങൾ ഈ വെയിലത്ത് ഇങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം വലിഞ്ഞു പോകും. എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും. നമ്മളങ്ങനെ വെയിലത്ത് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മരിച്ചു പോകും. അങ്ങനെ വെള്ളം കുടിക്കാണ്ട് കുറേ വെയിലത്ത് നിന്ന് കഴിഞ്ഞാലേ അപ്പം വെള്ളം അതിനകത്ത് ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെട്ടിട്ട് അറ്റാക്ക് വരും. അപ്പം അതുപോലെയാണ് ചെടികളിൽ ഇങ്ങനെ വെയിലത്ത് നിൽക്കുമ്പോഴേ അവരുടെ ഇലകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെ വെയിലത്തൊക്കെ നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തൊലിയിൽ ഈ ഇലകളുടെ ഒക്കെ എപ്പിഡെർമിസ് മുകളിലുള്ള ലെയറിൽ അതിലൊരു മെഴുക് പോലെ ഒരു കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ വെള്ളം അധികം നഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ മുകളിലെ ഒരു വാക്സി കോട്ടിങ്, ഈ കോട്ടിങ്ങിന് എന്താ വിളിക്കുക നോക്കുക? ക്യൂട്ടിക്കിൾ. തിക്ക് വാക്സി ലെയറിനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. അപ്പോൾ നിങ്ങൾ സെറ്റല്ലേ? ഇലകളിലുള്ള മെഴുക് പോലുള്ള ഒരു കവറിങ്ങിന് എന്താ വിളിക്കുക? ക്യൂട്ടിക്കിൾ. ഓക്കെ. അപ്പോൾ ഞാൻ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യൂട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് കമൻറ്റ് ബോക്സ് അങ്ങ് ഫയർ ആക്ക്. എന്നാലല്ലേ നമുക്ക് അതിനകത്ത് മാക്സിമം ഫിസിക്സിലെ, കെമിസ്ട്രിയിലെ, മാത്സിലൊക്കെ വീഡിയോസ് ചെയ്യാം. അപ്പം നിങ്ങളെ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചാലുണ്ടല്ലോ വേറെ ലെവലിലേക്ക് പോകും നിങ്ങൾ. അപ്പം അതുകൊണ്ടാണ്. ഇനി റെഡ് ആൽഗയുടെ ക്ലാസ് ഏതാ? റെഡ് എന്ന് കേട്ടാൽ തന്നെ റോഡ് ഓഫ് ഐസിയെ. അപ്പോൾ റോഡ് ഓഫ് ഐസിയെ അല്ലേ സെറ്റ്. പിന്നെ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ഞാൻ പറഞ്ഞിരുന്നു, വെള്ളം പിടിച്ചു വെക്കുന്ന സബ്സ്റ്റൻസിനെ ഹൈഡ്രോകൊളോയിഡ്സ് എന്നാണ് വിളിക്കുക. അപ്പം റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രോകൊളോയിഡാണ് കരാഗീൻ. അപ്പം ആൽജിന് ബ്രൗൺ ആൽഗയെന്നും റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്നത് കരാഗീനും. അപ്പോൾ കരാഗീൻ. അപ്പം ഇതൊരു വെള്ളം പിടിച്ചു വെക്കുന്ന റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈഡ്രോകൊളോയിഡാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ റോഡ് ഓഫ് ഐസിയെ. രണ്ടാമത്തെ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ഹൈഡ്രോകൊളോയിഡ് കരാഗീൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗെ. സെറ്റല്ലേ? അപ്പോൾ ഇനി എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ. മനസ്സിലായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകൂ. അടിപൊളിയായിട്ട് ആ ഒരു വൈബിൽ നമുക്ക് പഠിക്കാം. അംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ്? കരയിലും വെള്ളത്തിലും, അതായത് വെള്ളം വേണവർക്ക്. മനസ്സിലായില്ലേ? അപ്പം നമുക്കറിയാം അതിനകത്ത് തവളക്ക് വെള്ളത്തിൽ അതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ വെള്ളം വേണം എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ബ്രയോഫൈറ്റ്, നമ്മൾ നേരത്തെ പരന്ന് വളരുന്ന ബ്രയോഫൈറ്റ്, ലിവർ വേർട്ട്, അതുപോലെ കുത്തനെ വളരുന്ന മോസൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ അവർക്ക് അവരുടെ ആൺ ലൈംഗികാവയവത്തിൽ അതിൻ്റെ ആന്തറോ ബീജങ്ങൾ വെള്ളത്തിലൂടെ വേണം പെൺ ആർക്കിഗോണിയത്തിലെത്താൻ. നമ്മളെ അങ്ങനെ അവിടെ എഗ്ഗ് ഉണ്ട്. അപ്പോൾ എഗ്ഗിൽ ഇത് എത്തുന്ന വെള്ളത്തിലൂടെയാണ്. അപ്പോൾ വാട്ടർ ഇവരുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവരെ അംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്. അംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കരയിലും വെള്ളവും അവർക്ക് ലൈഫിന് വേണ്ടിയിട്ട് കരയും വേണം, വെള്ളം എസെൻഷ്യലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരെ അംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്. അംഫി മീൻസ് രണ്ട് എന്നാണ്. ഡുവോ. ബയോ മീൻസ് ലൈഫ്. അപ്പോൾ അംഫീബിയൻസ് എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത്. തവളയൊക്കെ അംഫീബിയൻ ആണല്ലോ, ഫ്രോഗ്. അപ്പോൾ പ്ലാന്റിൽ അംഫീബിയൻ ഏതെന്ന് ചോദിച്ചാൽ ബ്രയോഫൈറ്റ് ആണ്. വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് അംഫീബിയൻസ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. ബ്രയോഫൈറ്റ്സ്. ഓക്കെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ വാട്ടർ ഈസ് എസെൻഷ്യൽ.
വൈ എന്നും ഒരു ക്വസ്റ്റ്യൻ ഇനി വരാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നത്? വെള്ളം ഇവർക്ക് അത്യാവശ്യം. ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ദെയർ സർവൈവൽ വാട്ടർ ഈസ് എസെൻഷ്യൽ. ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ വാട്ടർ ഈസ് എസെൻഷ്യൽ. വാട്ടർ ഈസ് എസെൻഷ്യൽ. കാരണം വാട്ടർ ഉണ്ടെങ്കിലേ ആന്തറോസോയിഡ്സ്, മെയിൽ ആന്തറോസോയിഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ഫീമെയിൽ ആർക്കിഗോണിയം ത്രൂ വാട്ടർ. മെയിൽ ആന്തറോസോയിഡ്സ് മെയിൽ ബീജങ്ങൾ റീച്ച് ഫിമെയിൽ ആർക്കിഗോണിയ ത്രൂ വാട്ടർ. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി കേട്ടോ. വൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫീമെയിൽ ആർക്കിഗോണിയ ത്രൂ വാട്ടർ. അപ്പോൾ ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലാസ് ഏതാ? ഗ്രീൻ ആൽഗെ, ക്ലോറോഫൈസിയെ. ഗ്രീൻ ആൽഗയുടെ ക്ലാസ് ഏതാണ്? ക്ലോറോഫൈസിയെ. ഇനി ഇതിനകത്ത് സ്റ്റോർഡ് ഫുഡ് ഏതാണ്? ഗ്രീൻ ആൽഗയിലെ ഫുഡ് സ്റ്റാർച്ച്. ഞാൻ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, അത് റെഡ് ആൽഗയല്ലേ, ഇത് സ്റ്റാർച്ച് കേട്ടോ. ഫിയോഫൈസിയ ഏതാണ്? ബ്രൗൺ ആൽഗെ. അതിൻ്റെ കോമൺ നെയിം എന്താ? ബ്രൗൺ ആൽഗെ. ബ്രൗൺ കളർ ആൽഗെ തന്നെയാണ് ഫിയോഫൈസിൻ്റെ ഫുഡ്. ഇവിടെ എഴുതിയിട്ടുണ്ട് മാനിറ്റോള ആൻഡ് ലാമിന. റോഡോഫൈസിയ റെഡ് ആൽഗെ, അതിൻ്റെ ഫുഡ് എന്താ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇനി മറക്കോ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. 2 മാർക്ക് അടിച്ചെടുത്തില്ലേ? ഓക്കെ. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നമുക്ക് ലൈവൊക്കെ എക്സാമൊക്കെ ആകുമ്പോൾ ലൈവൊക്കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ലൈവൊക്കെ ആകുമ്പോൾ നിങ്ങളെ കമൻറ്റൊക്കെ കാണിച്ച് അതിനകത്ത് മറുപടിയൊക്കെ തരാൻ പറ്റും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് എന്താ പറയുക, ക്ലാസ് ചിലപ്പോൾ ഇങ്ങനെ കേട്ട് ബോറടിക്കുന്നുണ്ടാവും. അപ്പം ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് ഒന്നുകൂടി കേട്ടാൽ മതി, ബാക്കി കേട്ടാൽ മതി. അപ്പം നെയിം ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ. സെക്സ് ഓർഗൻ ബ്രയോഫൈറ്റിലെ സെക്സ് ഓർഗൻ ഏതാ? മെയിലാണെങ്കിൽ അതിനെ അപ്പം നമ്മളിപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ അതിനകത്ത് പീനസ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ടെസ്റ്റിസ് എന്നൊക്കെ പറയില്ലേ, റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതുപോലെ ഇവിടെ മെയിൽ ഓർഗൻ ആണെങ്കിൽ അതിനകത്ത് മെയിൽ സെക്സ് ഓർഗൻ എന്താ വിളിക്കുക? മെയിൽ സെക്സ് ഓർഗൻ ഇവിടെ ആന്തറിഡിയം. മെയിൽ സെക്സ് ഓർഗൻ എന്താണ്? നെയിം ദ മെയിൽ സെക്സ് ഓർഗൻ. മെയിൽ സെക്സ് ഓർഗൻ ആന്തറിഡിയം. ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതാ? ആർക്കിഗോണിയ. ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയ. ഓക്കെ. സോ നമ്മൾ അടുത്തതിലോട്ട് പോകാം. ഇവിടെ വീണ്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടോ. ആൽഗേൻ്റെ ക്ലാസ് പഠിക്കാണ്ട് പോകണ്ട. ക്ലോറോഫൈസി ഏതാണ് കോമൺ നെയിം? ഗ്രീൻ ആൽഗെ. ക്ലോറോഫൈസിയൻ്റെ ഗ്രീൻ ആൽഗേൻ്റെ ആണ്. ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ അതിൻ്റെ കോമൺ നെയിം എന്താണ്? ഞാൻ വായിക്കാം. ഗ്രീൻ ആൽഗെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് 2021 എന്ന് പറഞ്ഞാലേ ശരിക്കും 2021 നടക്കേണ്ടായിരുന്നു. അന്ന് കൊറോണയുടെ ടൈം ആയതുകൊണ്ടേ എക്സാം നീണ്ടുപോയിട്ട് അങ്ങനെ 2022 ജനുവരിയിൽ എങ്ങാണ്ട് നടന്ന എൻ്റെ ഓർമ്മ. അപ്പോൾ 2021 ഇമ്പ്രൂവ്മെന്റ് ആണ് ആക്ച്വലി. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, വീണ്ടും വന്നിരിക്കുന്നു ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ ആൽഗയാണ്. അത് ഗ്രീൻ ആൽഗയാണ് അതിൻ്റെ കോമൺ നെയിം. അപ്പോൾ ഗ്രീൻ ആൽഗേൻ്റെ ക്ലാസ് ആണ് എന്ത്? ക്ലോറോഫൈസിയെ. സ്റ്റോർഡ് ഫുഡ് എന്താ? ഇതിലെ സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് നമ്മൾ പറഞ്ഞതാണ്. ഫിയോഫൈസി ഏതാണ്? ബ്രൗൺ ആൽഗയാണ്. അപ്പോൾ അതിൽ മാനിറ്റോൾ ഇവിടെ എഴുതിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഇനി സ്റ്റാർച്ച് ഇവിടെ ഇപ്പം എന്താ തന്നിരിക്കുന്നത്? സ്റ്റാർച്ച് വേണ്ട. ഓക്കെ. ഇത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആട്ടത്. അപ്പോൾ ഇവിടെ ഇത് ഇവിടുത്തെ സ്റ്റാർച്ചാണ്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അപ്പോൾ റെഡ് ആൽഗെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. റെഡ് ആൽഗയുടെ ക്ലാസ് ഏതാ? റോഡോഫൈസിയെ. റെഡ് ആൽഗയ്ക്ക് നമ്മൾ ക്ലാസ് റോഡോഫൈസിയെ അല്ലേ നമ്മൾ പറഞ്ഞതല്ലേ? അപ്പോൾ റെഡ് അലാഗയല്ല കേട്ടോ, ആൽഗയാണ്. ഇവിടെ എ ഇല്ല. ഓക്കെ, എ ഇല്ല. ഓക്കെ. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് 2022 ക്വസ്റ്റ്യൻ 2 മാർക്ക് കണ്ടില്ലേ? അപ്പോൾ ആൽഗ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ സെലാജിനെല്ല ആൻഡ് സാൽവിനിയ, ഇത് ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ സെലാജിനെല്ല ആൻഡ് സാൽവിനിയ ഷോസ് എ യുണീക്ക് ഫീച്ചർ ഇൻ സ്പോർ പ്രൊഡക്ഷൻ. വാട്ട് ഈസ് ദിസ് ഫീച്ചർ എന്നുള്ളതാണ്. അപ്പോൾ സെലാജിനെല്ല സാൽവിനിയ എന്ന് കേട്ടാൽ നിങ്ങൾ ഓർത്ത് വെക്കുക, അത് ഏതാണെന്നറിയോ? അത് ടെറിഡോഫൈറ്റ് ആണ്. സെലാജിനെല്ലയും സാൽവീനിയയും എന്താണ്? ടെറിഡോഫൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൽഗയാണ് പ്ലാന്റ് കിങ്ഡത്തിൽ ഫസ്റ്റ് പഠിച്ചത്, പിന്നെ ബ്രയോഫൈറ്റ് പഠിച്ചു. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ചെടികളാണ് എന്ത്? ടെറിഡോഫൈറ്റ്. അപ്പോൾ ടെറിഡോഫൈറ്റുകളാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി അവരുടെ യുണീക്ക് ഫീച്ചർ എന്താ എന്നുള്ളതാണ് സ്പോർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പം എഴുതുക, അവർക്ക് 2 ടൈപ്പ്, സെലാജിനെല്ലയിലാണെങ്കിലും സാൽവീനിയയിലാണെങ്കിലും 2 ടൈപ്പ് സ്പോർ. ദേ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് സ്പോർസ്.
ഹെറ്ററോസ്പോറിയാണ്. ദേ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് സ്പോർസ്. അവർക്ക് 2 ടൈപ്പ് സ്പോറുകൾ കാണും. അപ്പോൾ അതിനെ നമ്മൾ ഹെറ്റീറോസ്പോറി എന്നാണ് വിളിക്കുക. ഹെറ്റീറോസ്പോറി. അപ്പോൾ 2 ടൈപ്പ് സ്പോറുകളുണ്ട്. അപ്പോൾ ഒരു സ്പോർ എന്താണ്? അവർക്ക് ഇപ്പം സെലാജിനെല്ലയിലാണെങ്കിൽ അതിനകത്ത് നിന്ന് എന്തുണ്ടാവും അറിയോ? മൈക്രോസ്പോറും ഉണ്ടാവും, മെഗാസ്പോറും ഉണ്ടാവും. അപ്പം മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യും, മൈക്രോസ്പോർ. അതുപോലെ ആൻഡ് മെഗാസ്പോർ. അപ്പം ഈ മൈക്രോസ്പോർ എന്നാണ് എന്തുണ്ടാവുക എന്നറിയോ? അതിൻ്റെ മെയിൽ ഗാമിറ്റോഫൈറ്റ്, ആൺ ലൈംഗിക അവയവമൊക്കെ ഉള്ള ഭാഗം, ആൺ മെയിൽ ഗാമിറ്റോഫൈറ്റ് അതിൽ നിന്നുണ്ടാവും. മൈക്രോസ്പോർ നിലത്ത് വീണാൽ, അപ്പോൾ ഈ സെലാജിനെല്ല എന്നുള്ള ചെടിയെ മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മൈക്രോസ്പോർ വീണാലെയാണ് മെയിൽ ഉണ്ടാവുക, മെയിൽ ഗാമിറ്റോഫൈറ്റ്. അതിൽ മെയിലിൻ്റെ സെക്സ് ഓർഗൻ, മെയിൽ ലൈംഗിക അവയവം ഉണ്ടാവും. ഇനി മെഗാസ്പോർ, അതിനകത്ത് മെഗാസ്പോർ വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മെഗാസ്പോർ വീണ് കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവും, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. പെൺ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവും, അതിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും. എന്നിട്ട് അതിലെ മെയിലും ഫീമെയിലും, മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും കൂടി നമ്മൾ ആന്തറോസോയിഡ്സും എഗ്ഗുമായിട്ടൊക്കെ മീറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പം അതിനകത്ത് നിന്ന് ഈ ഹെട്രോസ്പോറി, ഇതിനകത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സെലാജിനെയും സാൽവിനെയും എന്ത് യുണീക്ക് ഫീച്ചറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദേ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് സ്പോർ. അതിനെ നമ്മൾ ഹെറ്ററോസ്പോറി എന്നാണ് വിളിക്കുക. അപ്പോൾ 2 ടൈപ്പ് സ്പോർ അതിലുണ്ടാവും. ഒന്ന് മൈക്രോസ്പോർ, ഇപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ചെറിയ സ്പോർ മൈക്രോസ്പോർ, പിന്നെ ഒന്ന് മെഗാസ്പോർ. മനസ്സിലായില്ലേ? അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീഡ് പ്രൊഡക്ഷന് എസെൻഷ്യൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സീഡ് വിത്ത് ഉണ്ടാവുന്നതിൻ്റെ ഒക്കെ ഒരു തുടക്കം നമ്മുടെ ടെറിഡോഫൈറ്റിലാണ്. അപ്പോൾ ആ ഒരു സീഡ് ഫോർമേഷൻ, സീഡ് ഹാബിറ്റിൻ്റെ ആ ഒരു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ടൈപ്പ് എന്തുണ്ടാവുന്നത്? സ്പോറുകൾ ഉണ്ടായിട്ട്, ഒന്ന് അതിൽ നിന്ന് പെണ്ണ് ഒന്ന് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റും ഒന്ന് മെയിൽ ഗാമിറ്റോഫൈറ്റായി മാറും. അപ്പോൾ ആണും പെണ്ണ് പോലെ ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിലോട്ട് ഈ മെയിലിൻ്റെ ബീജം വന്ന് അവിടെ നിന്ന് പിന്നെ അത് സ്പോറോഫൈറ്റ് അങ്ങനെ ചെടി ഉണ്ടാവും. അങ്ങനെയൊക്കെ ആ ഒരു സംഭവം. അപ്പം നിങ്ങൾ അതിനകത്തുനിന്ന് സെലാജിനെല്ല ആൻഡ് സാൽവീനിയ ഷോ യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞിടത്തെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സീഡ് പ്രൊഡക്ഷൻ, സീഡ് ഫോർമേഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സീഡ് ഫോർമേഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സീഡ് ഫോർമേഷൻ. അപ്പം ടെറിഡോഫൈറ്റിലാണ് പ്രിക്കേഴ്സർ സീഡ് ഫോർമേഷൻ്റെ ആ ഒരു സീഡ് ഉണ്ടാവുന്നതിൻ്റെ, വിത്ത് ഉണ്ടാവുന്നതിൻ്റെ ഒരു ഹാബിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ ഒരു എന്താ പറയുക 2 സ്പോറുകൾ ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് എഴുതുമ്പോൾ ടെറിഡോഫൈറ്റിൽ എന്ത് എഴുതുക? നിങ്ങൾ ഇത് എഴുതി വെക്കുക, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സീഡ് ഫോർമേഷൻ. അപ്പം അതിനകത്ത് പ്രിക്കേഴ്സർ സീഡ് ഹാബിറ്റ് ഫോർമേഷൻ ഈ സീൻ ഇൻ ടെറിഡോഫൈറ്റ്സ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. പ്രിക്കേഴ്സർ സീഡ് ഹാബിറ്റ്, സീഡ് ഫോർമേഷൻ, ഹാബിറ്റ് ഈ സീൻ ഇൻ ടെറിഡോഫൈറ്റ്സ്. അപ്പം ഇവരിലാണ് ഈ വിത്ത് ഉണ്ടാവുന്നതിൻ്റെ ആ ഒരു പ്രിക്കേഴ്സർ തുടക്കം ഇവരിലാണ്. പിന്നെ ഇനി അങ്ങോട്ടേക്കൊക്കെ വിത്തുകളാണ്. ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും ഒക്കെ ശരിക്കുള്ള സീഡ്സ് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവരെന്തുകൊണ്ടാണ് ഈ ടെറിഡോഫൈറ്റ് ആണെങ്കിലും നമ്മൾ ബ്രയോഫൈറ്റിന് വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു അവരുടെ റീപ്രൊഡക്ഷൻ നടക്കാൻ. മെയിൽ ബീജം അത് വെള്ളത്തിലൂടെയാണ് ഫീമെയിൽ ആർക്കിഗോണിയത്തിലെത്തുന്നതെന്ന്. അതുപോലെ ടെറിഡോഫൈറ്റിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടെറിഡോഫൈറ്റിനും വെള്ളമുള്ള ഏരിയയിലാണ് കാണുക. അപ്പം ഫോർ ദെയർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വാട്ടർ ഈസ് എസെൻഷ്യൽ. അതുകൊണ്ട് ഇവർ വെള്ളമുള്ള ഏരിയയിലാണ് ഇവർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാണുക. ഫോർ ദെയർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വാട്ടർ ഈസ് എസെൻഷ്യൽ. സോ അവർ മോയിസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഫോർ ദെയർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വാട്ടർ ഈസ് എസെൻഷ്യൽ. വാട്ടർ ഈസ് എസെൻഷ്യൽ. സോ ദേ ആർ സീൻ അറൗണ്ട് വാട്ടർ കണ്ടെയ്നിങ് ഏരിയാസ്. സോ ദേ ആർ സീൻ അറൗണ്ട് വാട്ടർ കണ്ടെയ്നിങ്, വെള്ളമുള്ള സ്ഥലത്താണ് ഇവരെ കാണുക. ദേ ആർ സീൻ അറൗണ്ട് വാട്ടർ കണ്ടെയ്നിങ് ഏരിയാസ്. അപ്പം ഇതിനകത്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതിന് ആൻസറാണിത്. അപ്പം ഹെൻസ് നിങ്ങൾക്ക് ബാക്കി എഴുതാം. ഹെൻസ് സ്പ്രെഡ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻ. അതുകൊണ്ട് വെള്ളമുള്ളിടത്ത് ഇവിടെ കാണുള്ളൂ. ഹെൻസ് സ്പ്രെഡ് ഓഫ് ലിവിങ് ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ നോട്ട് എഴുതേണ്ടവരൊക്കെ എഴുതി എടുത്തോളൂ കേട്ടോ.
ലിവിങ് ടെറിഡോഫൈറ്റ്. ലിവിങ് ടെറിഡോഫൈറ്റ്സ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രാഫിക്കൽ റീജിയൻ. നാരോ, അവിടെ മുകളിലുണ്ട് കേട്ടോ വാക്കൊക്കെ, നാരോ ജിയോഗ്രാഫിക്കൽ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ഇനി അതിനകത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലിവർ ബേർഡ്സ് ടേക്സ് പ്ലേസ് ബൈ ഫോർമേഷൻ ഓഫ് എ. അപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗികബന്ധമല്ല. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇവരിൽ ഒരു ആൺ സ്ട്രക്ചർ, ആണിൻ്റെ ഒരു സെക്സ് ഓർഗൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ബീജങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയയിലോട്ട് വന്ന് എഗ്ഗിലോട്ട് വന്നിട്ട് പിന്നെ അവരുടെ വിത്ത് പോലുള്ള ഭാഗം, സ്പോറോഫൈറ്റ് വിത്തുകൾ പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിപ്പോൾ രണ്ടാൾ വേണം, മെയിലും ഫീമെയിലും, നല്ല സെക്സ്വൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക ബന്ധം നടക്കുക. പക്ഷേ ഇവിടെ ഒരു ചെടി മാത്രം ഉണ്ടെങ്കിലും ഇതിന്ന് അടുത്ത കുഞ്ഞുണ്ടാവാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഗമ്മ കപ്പ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു സ്ട്രക്ചർ ഗമ്മ ഉണ്ടാവും. ഗമ്മ. അപ്പോൾ ഈ ഗമ്മ ഇനി പൊടിഞ്ഞ് വീണിട്ട്, ഗമ്മ അതിനകത്ത് പൊടിഞ്ഞ് വീണാൽ, നിലത്ത് വീണാൽ ഇതിൽ നിന്ന് പുതിയ ഇതുപോലെ ചെടി ഉണ്ടാവും. അല്ലാതെ മെയിലും ഫീമെയിലും ബന്ധം, സൈഗോട്ട്, അങ്ങനെ പിന്നെ ഇതുപോലെ ക്യാപ്സ്യൂള്, പിന്നെ അതിൽ നിന്ന് വിത്ത് വീണ് ചെടി ഉണ്ടാവുക, അങ്ങനെയൊന്നും വേണ്ട. ഇവരെ ഒരു 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 ബ്രയോഫൈറ്റിൻ്റെ തന്നെ ഒരാൾ മതി. ഒരു ബ്രയോഫൈറ്റിൽ തന്നെ അതിൽ നിന്നൊരു ചെറിയ പൊടിപ്പ് വളർച്ച ഉണ്ടായിട്ട് അത് മണ്ണിലോട്ട് വീണിട്ട് അതിൽ നിന്ന് പിന്നെ അത് ബ്രയോഫൈറ്റ് അടുത്ത തലമുറ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ലൈംഗിക ബന്ധം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏത് വഴിയാണ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് സെക്സ് ഇല്ലാണ്ട് പുതിയ അടുത്ത തലമുറ ഉണ്ടാവുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ബ്രയോഫൈറ്റിലെ ഗമ്മ എന്നാണ് ഇതിനെ വിളിക്കുക. ഗമ്മ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വരിക കേട്ടോ, നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളല്ലേ അതിനകത്ത്, നിങ്ങൾ ആ പിന്നൊക്കെ കൂടിയിട്ട് അടിപൊളിയായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ അംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം ഏതാണ്? ബ്രയോഫൈറ്റ് ആണ്. എന്തുകൊണ്ട്? കാരണം അവർക്ക് വെള്ളം വേണം റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ. മെയിൽ ആന്ത്രോസോയിഡ്സ് ഫിമെയിൽ ആർക്കിഗോണിയിൽ എത്തുന്നത് വാട്ടറിലൂടെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസിയ, ഫ്ലോറിഡിയൻ സ്റ്റാച്ച്, എത്രയോ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു, കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ മാച്ച് ദ ഫോളോയിങ്. ബോൾ ബോക്സ് ഏതിലാന്ന് വെച്ചാൽ ബോൾ ബോക്സ് ആൽഗയ്ക്ക് എക്സാമ്പിളാണ്. എല്ലാ ആൽഗയുടെ എക്സാമ്പിളും നിങ്ങൾ പോയിട്ട് പഠിക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാം. പിന്നെ പൈനസ് ഇതിനകത്ത് ജിംനോസ്പേമിലാണ്. ഓക്കെ, അപ്പോൾ പി ജി മറ്റേത് സൈജി ഉണ്ടായിരുന്നു, സൈക്കസും ജിംനോസ്പേമാണ്. അപ്പോൾ സൈജി ആൻഡ് പി ജി. പിന്നെ സാൽവീനിയ, സെലാജിനല്ല സാൽവീനിയ ഒക്കെ നമ്മൾ പറഞ്ഞു ടെറിഡോഫൈറ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെലാട്ടറി, അതുപോലെ സാൽട്ടറി. സെലാജിനലിൻ്റെ ടെറിഡോഫൈറ്റ് ആണ് സെലാട്ടറി. പിന്നെ സാൽവീനിയയും സാൽട്ടറി. അപ്പോൾ സാൽ ഒക്കെ ഒരേപോലെയുള്ള ഒക്കെ ടെറിഡോഫൈറ്റ് ആണ്. മറക്കാൻഷ്യ ബ്രയോഫൈറ്റ് ആണ്. മറക്കാൻഷ്യ നമ്മൾ പറഞ്ഞു പരന്ന് വളരുന്ന ഒരു ലിവർ വേർട്ട് ബ്രയോഫൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? കണ്ണിൽ എന്തോ കരട് ചാടിയ പോലെ. ഓക്കെ, സോ നമ്മളതിനകത്ത് റെഡിയായി. ഇനി ഇതിനകത്ത് ഇത് നമ്മൾ പഠിച്ചതാണ്. എ എന്ന് പറയുന്ന ഭാഗം ഏതാണ്? ഞാൻ പറഞ്ഞിരുന്നു എയും ബിയും പഠിക്കണം. ഇത് നമ്മളെ ഫിനേറി അല്ലേ, മോസ്, ബ്രയോഫൈറ്റിലല്ല, കുത്തനെ വളരുന്ന ബ്രയോഫൈറ്റ് മോസ്. അപ്പോൾ അതിൽ എ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൽ റീപ്രൊഡക്ഷന് ശേഷം ഉണ്ടാവുന്ന ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിനകത്ത് ക്യാപ്സൂൾ ഉണ്ട്, സീറ്റ ഉണ്ട്. പിന്നെ ഇത് ചെടി, ബ്രയോഫൈറ്റിൽ ചെടിയുടെ നമ്മൾ ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ ഇത് സ്പോറോഫൈറ്റ് കേട്ടോ. ഇവിടെ എ എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ എ സ്പോറോഫൈറ്റ്. സ്പെല്ലിംഗ് ഒന്നും തെറ്റണ്ട, ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ എഴുതുന്നുണ്ട്. പിന്നെ ഈ ചെടിയുടെ എന്താ വിളിക്കുക എന്നറിയോ? ബ്രയോഫൈറ്റിൽ ഇതിനെ ഗാമിറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മൾ തീരാറായിട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. പ്രോതാലസ് ഏതാണ്? ഞാൻ പറഞ്ഞാണ് പ്രോതാലസ്. ടെറിതാലസ് ഞാൻ പറഞ്ഞിരുന്നു. ടെറിതാലസ് ടെറിഡോഫൈറ്റിലാണ് പ്രോതാലസ് കാണുക. പ്രോതാലസ് എന്തുകൂടിയാണ്? ഗാമിറ്റോഫൈറ്റും ആണ്. അപ്പോൾ ഗെയിം പ്രോ എന്ന് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഗാമിറ്റോഫൈറ്റ് ആണ്. പ്രോതാലസ് എന്താണ്? ഗാമിറ്റോഫൈറ്റ് ആണ്. അതായത് ടെറിഡോഫൈറ്റിൽ നമ്മൾ ചെടിയിൽ അതിനകത്ത് വിത്തുണ്ടാവും, ഇങ്ങനെ അതിനകത്ത് സ്പോർ ഉണ്ടാവും. ഇങ്ങനെയല്ല, അതിൻ്റെ ഇലയിലൊക്കെ അങ്ങനെ സ്പോർ ഉണ്ടാവും. അതിനകത്ത് സ്ട്രോബെറി, കോണൊക്കെ പോലെ അതിൻ്റെ ഇലയിലൊക്കെ സ്പോർ ഉണ്ടാവും. ഇലയിലൊക്കെ ചിലപ്പോൾ എന്താ സ്പൊറാഞ്ചിയത്തിൽ സ്പോർ ഉണ്ടാവും. സ്പോർ വീണാൽ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാവുക പ്രോതാലസ്. അതിൽ അവയവങ്ങൾ, അതുപോലെ പ്രോതാലസിൽ പെൺ സെക്സ് ഓർഗനൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ആണിൻ്റെ ബീജം പെണ്ണിൻ്റെ ആർക്കിഗോണിയത്തിൽ വീണ് അങ്ങനെയാണ് പിന്നെ എന്തുണ്ടാവുക? സ്പോറോഫൈറ്റ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഗാമിറ്റോഫൈറ്റ് ഏതാണ്?
ബീജം ഉണ്ടാവുന്നത് ആണും പെണ്ണൊക്കെ ഉണ്ടാവുന്നത് ഗാമിറ്റോഫൈറ്റ് അത് ഏതിലാണ്? പ്രോതാലസ് ആണ്. അപ്പോൾ പ്രോതാലസ് എന്താണ്? ഗെയിം പ്രോ എന്ന് ഓർത്ത് വെക്കുക. പ്രോതാലസ് ഗാമിറ്റോഫൈറ്റ് ആണ്. കോറലോയിഡ് റൂട്ട് അത് നമ്മൾ സൈക്കസ് നമ്മുടെ ഈന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ജിംനോസ്പെർമിലെ ഈന്തിൻ്റെ വേരിനെയാണ് കോറൽ ലൈക്ക് കോറലോയിഡ് റൂട്ട് എന്ന് വിളിക്കുക. സൈനോബാക്ടീരിയ ഒക്കെ ഉണ്ട്, നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുള്ള റൂട്ടാണ്. അപ്പോൾ അത് കോറലോയിഡ് റൂട്ട് സൈക്കസിലാണ്. അപ്പോൾ സി കണ്ടോ, കോറലോയിഡ് റൂട്ട് സൈക്കസിലാണ്. അപ്പം അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് റെഡ് ആൽഗയിലാണ് പറഞ്ഞതാണ്. ബ്രയോണീമ, പ്രോട്ടോണീമയാണ് മോസ് ഒക്കെ ബ്രയോഫൈറ്റ് ആണ്. അപ്പോൾ ബ്രയോഫൈറ്റിലാണ് പ്രോട്ടോണീമ. ബ്രയോണീമ എന്ന് കോഡാക്കി പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം മോസ് എന്താണ്? ഒരു ബ്രയോഫൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടേ ചോദിക്കാം കേട്ടോ. ഇനി ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോറോഫൈസിയെ ഇത് കോമൺ നെയിം എന്താ? ഗ്രീൻ ആൽഗെ. അപ്പോൾ ഇവിടെ ഗ്രീൻ ആൽഗെ എന്നാണ് വരിക. ക്ലോറോഫൈസിയക്ക് ഗ്രീൻ ആൽഗെ. ഇവിടെ ഏതാ സ്റ്റോർഡ് ഫുഡ്? ഗ്രീൻ ആൽഗയിലെ സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച്. ബ്രൗൺ ആൽഗേൻ്റെ ക്ലാസ് ഏതാ? ഫിയോഫൈസിയെ. ഞാൻ ഫൈയോ എന്ന് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതിനകത്ത് ഫ്യൂക്കോസാന്തിനാണ് കളർ കൊടുക്കുന്നത്. ബ്രൗൺ കളർ കൊടുക്കുന്നത് ഫ്യൂക്കോസാന്തിനാട്ടോ. അത് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കും. പിന്നെ ഇവിടെ ഇതിനകത്ത് ഈ ഡി എന്താണ്? ക്ലോറോഫിൽ എയും. അപ്പോൾ നോക്കൂ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗ അല്ലേ? അത് ക്ലോറോഫിൽ എയും ബിയും ആണ്. അടുത്തത് ബ്രൗൺ ആൽഗയിൽ നോക്കൂ, ക്ലോറോഫിൽ എയും പിന്നെ സിയും ആണ്. കണ്ടോ? എ ബി ആണ് ഫസ്റ്റ് എങ്കിൽ എ ബി, പിന്നെ എ സി, പിന്നെ എ ഡി. നല്ലൊരു കോഡ് പോലെ തന്നെ എ ബി എ സി എ ഡി. പിന്നെ ക്ലോറോഫിൽ എയും ഡിയും ആണ് റെഡ് ആൽഗയിൽ. റെഡ് ആൽഗേൻ്റെ ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. പിന്നെ റെഡ് ആൽഗയിൽ ഇവിടെ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് കൂടി ഡി ചേർക്കാനുണ്ട്. കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് ഫൈക്കോ എറിത്രീൻ. റെഡ് ആൽഗയ്ക്ക് ആ ചുവന്ന കളർ കൊടുക്കുന്നത് ഏതാണെന്നറിയോ? ഫൈക്കോ എറിത്രീൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിനകത്ത് അംഫീബിയൻസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കീവ്രീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? ബ്രയോഫൈറ്റ് അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷന് വാട്ടർ വേണം. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ബ്രയോഫൈറ്റിൻ്റെ യൂസ് കണ്ടോ? അപ്പോൾ ഇതുപോലെ ചാപ്റ്ററിൽ നിന്ന് പുതിയ ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ബാച്ചിൽ ജോയിൻ ആവുക. നമ്മുടെ ചാപ്റ്റേഴ്സ് അതിനകത്ത് പറയും. ദെൻ അതോടൊപ്പം നിങ്ങൾ PYQs അതിനകത്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ വീഡിയോസ് ഇതുപോലെ ചെയ്യാം. എക്കണോമിക് യൂസ് ഓഫ് ബ്രയോഫൈറ്റിൻ്റെ ഉപയോഗം എന്താ? നമുക്ക് ബ്രയോഫൈറ്റിലെ അതിനകത്ത് ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുനേറിയ മോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു മോസാണ് സ്ഫാഗനം. അതിനെ പീറ്റ് മോസ് എന്ന് വിളിക്കാറുണ്ട്. പീറ്റ് മോസ് അത് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. യൂസ്ഡ് ആസ് ഫ്യൂവൽ, FUEL. അപ്പോൾ ഒരു ഇതായി. പിന്നെ എന്താണെന്നറിയോ രണ്ടാമത്തെ ഉപയോഗം? ഈ സ്ഫാഗനം തന്നെ നമുക്ക് ജീവനുള്ള വസ്തുക്കൾ, ഇത് നനവുണ്ട്. അപ്പം ജീവനുള്ള വസ്തുക്കളൊക്കെ പാക്ക് ചെയ്ത് കപ്പലിലൊക്കെ ഒരു ട്രാൻസ്പോർട്ട് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് കൊണ്ടുപോകാൻ ഇതിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആസ് എ പാക്കിംഗ് മെറ്റീരിയൽ. അപ്പം ഈ ബ്രയോഫൈറ്റ് ഇതിന് നനവുള്ള സ്ഥലത്ത് ഇവർ ശരീരത്തിലൊക്കെ ഇവരെ ബോഡിയിലൊക്കെ എന്തുണ്ടാവും? ഒരു നനവുണ്ടാവും. അതുകൊണ്ട് എല്ലാം പൊതിഞ്ഞു കൊണ്ടുപോകാം, കേടുവരില്ല ജീവനുള്ള വസ്തുക്കളൊക്കെ. അപ്പോൾ ആസ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽ, ജീവനുള്ള വസ്തുക്കളുടെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ കപ്പലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽ. അപ്പോൾ സാധനങ്ങളൊക്കെ കപ്പലിൽ പൊതിഞ്ഞുകൊണ്ടാകും. പിന്നെ ഇവർ ഇങ്ങനെ മണ്ണിലൊക്കെ ഇവരിങ്ങനെ പതിഞ്ഞ് വളർന്നാലേ മഴ വീണിട്ടൊക്കെ മണ്ണ് എന്തെങ്കിലും ഒലിച്ചു പോവില്ല. പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. അപ്പം മണ്ണ് ഒലിച്ചു പോകുന്ന മണ്ണൊലിപ്പൊക്കെ തടയാനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പം ഇത്രയാണ് നമുക്ക് അതിനകത്ത് എന്തുള്ളത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു ഇതിനകത്ത്. ഇനി അതിനകത്ത് മറ്റ് ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതുപോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്യുക. അപ്പം ഓക്കെ, നിങ്ങൾ ചാനലിലോട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യൂ. ലൈവൊക്കെ നമുക്ക് തുടങ്ങണം. എക്സാം ആകുമ്പോൾ അടിപൊളിയായിട്ട് +1 ആ ലൈഫ് അങ്ങോട്ട് സെറ്റ് ആക്കണ്ടേ. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.